ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യകരമായ ഭക്ഷണത്തിൽ മുട്ടയ്ക്ക് എന്നും വലിയൊരു സ്ഥാനമുണ്ട്. പ്രോട്ടീന്റെ കലവറയായ മുട്ട ദിവസവും കഴിക്കാമോ എന്ന കാര്യത്തിൽ പലരിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ 14 ദിവസം തുടർച്ചയായി മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ സൗരവ് സേത്തി പറയുന്നത്. നിങ്ങൾക്കറിയാമോ, മുട്ടയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കോളിൻ എന്ന പോഷകം മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത് തലച്ചോറിന്റെ അസറ്റൈൽ കോളിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഉൽപാദനത്തിന് കൂടുതൽ സഹായകരമാണ്. ഇതിലൂടെ വലിയ രീതിയിൽ ഓർമ്മശക്തി, കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും ഉള്ള കഴിവ് മെച്ചപ്പെടുന്നു. മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്നത് പലരുടെയും തെറ്റായ ധാരണയാണ്. നിങ്ങൾക്കറിയാമോ, ഡോക്ടർ സേത്തിയുടെ അഭിപ്രായത്തിൽ മുട്ട കഴിക്കുന്നത് ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനാണ് ഇത് സഹായിക്കുന്നത്. മാത്രമല്ല, മുട്ട കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിനും ഗുണകരമാണ്. എന്നാൽ മുട്ട കഴിക്കുന്നതിലൂടെ കാഴ്ചശക്തി മെച്ചപ്പെടുന്നു. കണ്ണുകളെ സംരക്ഷിക്കുന്ന ലുട്ടിൻ, സിയാസാന്തിൻ എന്നീ ആന്റി ഓക്സിഡന്റുകൾ മുട്ടയുടെ മഞ്ഞക്കരുവിൽ ധാരാളമുണ്ട്. ഇത് നീലവെളിച്ചം മൂലമുണ്ടാകുന്ന ആഘാതങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുകയും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ മുട്ട കഴിക്കുന്നതിലൂടെ ചർമ്മത്തിന്റെയും നഖത്തിന്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ അമിനോ ആസിഡുകൾ ശരീരത്തിലെ കെരാറ്റിൻ ഉൽപാദനത്തെ സഹായിക്കുന്നു. ഇത് തിളക്കമുള്ള ചർമ്മത്തിനും ബലമുള്ള നഖങ്ങൾക്കും ആരോഗ്യകരമായ മുടിക്കും വളരെയധികം സഹായകരമാണ്. ഇന്ന് പലരും കൊളസ്ട്രോൾ പേടിച്ച് മുട്ടയുടെ വെള്ള മാത്രം കഴിക്കാറുണ്ട്. എന്നാൽ മുട്ടയിലെ ഭൂരിഭാഗം പോഷകങ്ങളും, അതായത് വിറ്റമിൻ എ, ഇ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിരിക്കുന്നത് മഞ്ഞക്കരുവിലാണ്. എന്നാൽ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് മുട്ടയ്ക്ക് പകരമായി സോയ ഉൽപ്പന്നങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. എന്നാൽ മുട്ട എങ്ങനെയാണ് ശരിയായ രീതിയിൽ കഴിക്കണമെന്നുള്ളത് പലർക്കും അറിയില്ല. മുട്ട പുഴുങ്ങിയോ ഓംലേറ്റ് ആയോ കഴിക്കാം. എന്നാൽ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുന്നത് ആരോഗ്യത്തിന് കൂടുതൽ നല്ലതാണ്. ചില വ്യക്തികൾ പച്ചമുട്ട കഴിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, സാൽമണല്ല ബാക്ടീരിയ ബാധയ്ക്ക് കാരണമായേക്കാം എന്നതുകൊണ്ട് പച്ചമുട്ട കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ചിലർ 2ൽ കൂടുതൽ മുട്ടകൾ കഴിക്കാറുണ്ട്. എന്നാൽ സാധാരണ ആരോഗ്യമുള്ള ഒരു വ്യക്തി ദിവസവും 1-2 മുട്ടകളാണ് കഴിക്കേണ്ടത്. എന്നാൽ പ്രമേഹമോ ഹൃദയാരോഗ്യമോ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മുട്ടയുടെ എണ്ണത്തിൽ ക്രമീകരണം വരുത്തുക. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ.